കണ്ണൂർ ജില്ലയിലുള്ള പറശ്ശിനിക്കട അമ്പലത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സമയത്തിൻ്റെതോ ഡ്രസ്സിൻ്റെയോ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓടിച്ചെന്നാൽ സ്വന്തം അമ്മയുടെ വീട് പോലെയുള്ള ഒരു സ്ഥലമാണ് മുത്തപ്പൻ്റെ സന്നിധി. വളപട്ടണം പുഴയുടെ തീരത്തുള്ള ഇവിടെ വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലം കൂടിയാണ്. അമ്പലം പുഴക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദൈവത്തിന് തൊഴിൽ മാത്രമല്ല, ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാനും കൂടെ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. നിങ്ങൾക്ക് കാണാം, ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചെന്നാൽ നമുക്ക് ഒരിക്കലും വിശന്ന് തിരിച്ചു വരേണ്ടി വരില്ല. ചായയും ഇതുപോലെ പുഴുങ്ങിയ പയറൈറ്റും അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും, അതാണ് ഇവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള. രാവിലെ 7 മണി മുതൽ നമുക്ക് ഈ പ്രസാദം കിട്ടിക്കൊണ്ടിരിക്കും. ഉച്ചഭക്ഷണവും ഉണ്ട്. അത് മാത്രമല്ല, ഈ അമ്പലത്തിൽ 365 ദിവസം ഇതുപോലെയുള്ള ഒരുപാട് സ്റ്റോൾസ്, ഒരു 100 മുതൽ 200 വരെ സ്റ്റോൾസ് ഉണ്ട്. അതിലെല്ലാം ഉണ്ട്. ഈറ്ററീസ് ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസും, അങ്ങനെ എന്ത് വേണമെങ്കിൽ ബുക്സും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് ഇവിടെ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്റ്റാഫിനെ റെക്കോർഡ് ചെയ്യാണ്ടിരിക്കാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു ചേച്ചി മാത്രം ഓക്കെയാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ബാക്കി ആരെയല്ല. ഈ ചേച്ചി ഓക്കെയാണ്, വീഡിയോയിൽ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എത്ര തവണ വന്നാലും മടുക്കാത്തൊരു സന്നിധാനം കൂടിയാണ് മുത്തപ്പൻ്റെ സന്നിധാനം. നമ്മുടെ സങ്കടങ്ങളൊക്കെ, വിഷമങ്ങളൊക്കെ, ആകുലതകളൊക്കെ പറഞ്ഞ് മുത്തപ്പൻ്റെ കൈപിടിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ, അല്ലെങ്കിൽ മുത്തപ്പൻ കൂടെയുണ്ട്, എൻ്റെ പൊന്നു മുത്തപ്പ എന്നൊന്ന് വിളിച്ചാൽ മതി എന്ന് മുത്തപ്പൻ പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ആ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാവുന്ന ഒരു സന്നിധാനം കൂടിയാണ്. കണ്ണൂരിൽ വന്നിട്ടുള്ളവരാരും ഇത് മിസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ ഇതുവരെ ഈ മുത്തപ്പ സന്നിധിയിൽ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് മുത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ, ആശീസ്സുകൾ വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു അനുഭവമാണ്. കൂട്ടത്തിൽ ആദ്യം സൂചിപ്പിച്ച പോലെ ചെറിയൊരു ഔട്ടിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആവാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ് വയറും നിറച്ച് വിശക്കാതെ നമുക്ക് തിരിച്ചു പോവാം. മുത്തപ്പ ശരണം.